മഴ തോരുമ്പയുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനനെ വിളിക്കാൻ വേണ്ടി കൃഷ്ണമോളെ പറഞ്ഞയച്ചു. താഴത്തണെങ്കിൽ ചൂട് പിടിച്ച ചർച്ച. പറഞ്ഞു നോക്കാം, അവളെ ഭീഷണിപ്പെടുത്തി നോക്കാം, അവളെ കൊന്നു കളയുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായുകൊണ്ട് പറയാനേ പറ്റുള്ളൂ. കൈപ്രവൃത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കൈപ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അവളോ അവനോ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ സിംഗപ്പൂർക്കോ വിദേശത്തേക്കോ പോകാൻ പറ്റില്ല. നീ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം. എന്തായാലും അവൾ വരുമോ നോക്കട്ടെ എന്ന് പറയും. ഇതിനൊരു തീരുമാനം ആവാണ്ട് ഞങ്ങൾ പോവുകയില്ല. മാത്രമല്ല, നീ സമാധാനമായിട്ടിരിക്കും, ബാക്കി എല്ലാവരും നിൻ്റെ കൂടെ ഇല്ലേ എന്ന് പറയും. എന്തായാലും ഇനി ബാലചന്ദ്രൻ്റെ തിന്നമിടുക്കിന് ഞങ്ങൾ കൂട്ടു നിൽക്കില്ല. ഒന്നിനും പറ്റിയില്ലെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. നീ പോയി ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക. നിൻ്റെ വീട്ടിൽ നിൻ്റെ സമ്മതം ഇല്ലാണ്ട് ഒരു സ്ത്രീ വന്ന് താമസിക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പം എന്താണ്ടാവുമെന്ന് നമുക്ക് നോക്കാമല്ലോ എന്ന് പറയും. അങ്ങനെ അത് ചെയ്യാമെന്ന് പറയും. അത് സമയം തന്നെ നമ്മുടെ കൃഷ്ണമോൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ എന്താ മോളേന്ന് ചോദിക്കും അച്ഛൻ. അപ്പോൾ ആ നേരം ലീലയും അവിടെ ഉണ്ടാവും. അവരാരും വിരുന്നുകാരൊക്കെ പോയോ എന്ന് ചോദിക്കും. വിരുന്നുകാരും പോയിട്ടില്ല അച്ഛാ, എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അലീന ചേച്ചീനെ അവർക്ക് കാണണം എന്നാണ് പറയുന്നത്. നടക്കില്ല എന്ന് പറഞ്ഞേക്കും മോള് പോയിട്ട്. അലീന ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ അലീനനെ വലിച്ച് കീറാനുള്ള പരിപാടിന് അത് നടക്കില്ല. അങ്ങനെ ആ കഴുകന്മാർക്ക് മുന്നിലേക്ക് അലീനനെ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല എന്ന് അച്ഛൻ പറഞ്ഞെന്ന് മോള് പോയി പറഞ്ഞോളാൻ പറയും. അങ്ങനെ കൃഷ്ണമോള് താഴ്ത്തു വന്ന് പറയും, അച്ഛൻ പറഞ്ഞയച്ചിട്ട് ചേച്ചീനെ, അലീന ചേച്ചി അവിടെ നിൽപ്പുണ്ട്, അച്ഛന് സൗകര്യം ഇല്ല എന്ന് പറഞ്ഞ് അലീന ചേച്ചീനെ പറഞ്ഞയക്കാമെന്ന് പറയും. കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചേക്കണ പോലെ ബാലചന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് നിങ്ങളൊന്നും പോകണ്ട. ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് നിങ്ങൾ പോയാൽ തോക്കൊക്കെ ഉണ്ട്, എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ തന്നെ എത്രയധികം ആൾക്കാരുടെ മുന്നിൽ വെച്ച് രാജീവേട്ടൻ്റെ കരണത്തടിക്കാൻ ധൈര്യം കാണിച്ച ബാലചന്ദ്രൻ ഇനി എന്തും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പൊക്കോ, ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചോളാം എന്ന് വൈജയന്തി പറയുന്നു. അങ്ങനെ ബന്ധുക്കൾ എല്ലാവരും പോകണം. അതിനുശേഷം പിന്നീട് നമ്മുടെ അലീന എല്ലാ കാര്യങ്ങളും രേവതിക്കുട്ടിയെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടി ഒരു കുറച്ച് സന്തോഷവും കുറച്ച് പേടിയും ഒക്കെ ആയിട്ടാണ് പറയുന്നത്. അങ്ങളെ അലീന ചേച്ചി വിളിച്ചിരുന്നു, അതെ ബാലേന്ദ്ര സാറല്ലാതെ അറിഞ്ഞെന്ന് പറയും. എന്തറിഞ്ഞു എന്ന് പറയും. അലീന ചേച്ചിയുടെ അമ്മേനെ വൈജയന്തി മാഡമൊന്നും അലീന ചേച്ചിയെ പ്രസവിച്ചതിന് ശേഷം എല്ലാവരും കൂടെ ഉപേക്ഷിച്ചതാണെന്നും അനാഥാലയത്തിൽ കൊണ്ട് തള്ളിയതാണെന്നൊക്കെ അറിഞ്ഞ് അലീന ചേച്ചീനെ സ്വന്തം മകളായിട്ട് ദത്തെടുത്തേക്കാണ് ബാലേന്ദ്ര സാറ്. അലീന ചേച്ചി ഇപ്പോൾ ബാലേന്ദ്ര സാറിനെ അച്ഛാന്നാണ് വിളിക്കുന്നതെന്നൊക്കെ പറയും. അപ്പോൾ വൈജയന്തിയുടെ കുടുംബം തകർന്നു പോകുമല്ലോ എന്നൊക്കെ ആലോചിച്ച് നമ്മുടെ ഗ്രേസാമ്മ തലയിൽ കൈ വെച്ചിരിക്കുന്നുണ്ട്. കുടുംബം തകരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പല സത്യങ്ങളും അറിഞ്ഞിട്ട് പോലും താൻ അവിടെ ഒന്നും മിണ്ടാണ്ട് വായ അടച്ച് നിന്നത്. അല്ലെങ്കിൽ അവൾ അഹങ്കാരത്തിന് എനിക്ക് കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല എന്നൊക്കെ നമ്മുടെ ഗ്രേസാമ്മ പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ഗ്രേസാമ്മയോട് നമ്മുടെ രേവതിക്കുട്ടി പറയുന്നു, അതായത് നമ്മുടെ ഗ്രേസാമ്മനോട് ചേർന്ന് നിന്ന് ഗ്രേസാമ്മനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നത്, അതെ ഞാൻ അതിനൊന്ന് അച്ഛാന്ന് വിളിച്ചോട്ടെ, എനിക്ക് കൊതിയായിട്ടാണ്, ഒരു തവണയെങ്കിലും വിളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടം കൊണ്ട് ഇങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ അലീന നമ്മുടെ മാമച്ചായൻ്റെയും അതുപോലെ തന്നെ ഗ്രേസാമ്മയുടെയൊക്കെ കണ്ണിങ്ങനെ നിറയുന്നു. മാമച്ചായന് സന്തോഷവും സങ്കടമൊക്കെ വരുന്നുണ്ട്. ഒന്ന് വിളിച്ചോട്ടെ ആൻറ്റി, എനിക്ക് കൊതിയായിട്ടല്ലേ എന്ന് പറയും. അപ്പോൾ നീ വിളിച്ചോടി, നിനക്ക് എത്ര തവണ വേണമെങ്കിലും നീ വിളിച്ചോ, നീ ഞങ്ങളുടെ മോള് തന്നെയാണെന്ന് പറയും. അങ്ങനെ നമ്മുടെ മാമച്ചായനെ എന്നുള്ള രേവതിക്കുട്ടി അച്ഛാന്ന് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ തുടങ്ങി രേവതിക്കുട്ടി അച്ഛാന്ന് തന്നെയുള്ള വിളിയാക്കുള്ളൂ. അങ്കിൾ എന്നുള്ളൊരു വിളി നിർത്തി ഗ്രേസമ്മനെ അമ്മ എന്ന് വിളിക്കും. മാമച്ചായൻ്റെ തൊണ്ടയൊക്കെ ഇങ്ങനെ ഇടറി നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ വൈജയന്തി അലീനരെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ വൈജയന്തി ആകെ ഒറ്റപ്പെട്ടു. എന്തായാലും ഇനി തനിക്ക് ആരുമില്ല, ആരും വന്നിട്ടും കാര്യമില്ല, തൻ്റെ സഹോദരന്മാരും ബന്ധുക്കളും ഒക്കെ വന്നിട്ടും തോറ്റ് മടങ്ങിപ്പോയി. ഇനി അവർ പറഞ്ഞ പോലെ ആകെ ആശ്രയ നിയമത്തിൻ്റെ വഴിക്ക് പോകാമെന്നാണ് ഇവളെ വലിച്ച് പുറത്തിടാൻ പോലീസുകാരുടെ സഹായം തേടാമെന്ന് തന്നെ വൈജയന്തി തീരുമാനിക്കുന്നത്. അങ്ങനെ വൈജയന്തി രണ്ടും കൽപ്പിച്ച് നമ്മുടെ അലീനയ്ക്കെതിരെ ഒരു പരാതി കൊടുക്കണം. ഇങ്ങനെ അനധികൃതമായി തൻ്റെ വീട്ടിൽ കയറി താമസിക്കുന്നത് തനിക്ക് താല്പര്യമില്ലാണ്ട് പറഞ്ഞു വിട്ടിട്ടും തിരിച്ചു വന്ന് നിൽക്കണം എന്നൊക്കെ പറഞ്ഞായിട്ട് ഭർത്താവ് സഹകരിക്കണം, സംരക്ഷിക്കണം എന്നുള്ളതൊന്നും പറഞ്ഞില്ല. അല്ലാത്ത രീതിയിൽ പറഞ്ഞൊരു പരാതി കൊടുക്കും. അതിനുശേഷം കൊല്ലപ്പള്ളിയിൽ ഉള്ളവർ വന്നിട്ട് അലീനനെ എന്ത് ചെയ്തെന്ന് അറിയാൻ വേണ്ടി മനു വരുന്നുണ്ട്. അങ്ങോട്ട് മനു വരുമ്പോൾ കൊല്ലപ്പള്ളിയിലുള്ളവരെ പറ്റി ആദ്യമൊക്കെ നല്ല വഴക്കൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ, സ്വന്തം ജീവിതം കളഞ്ഞായിട്ട് അലീനനെ ഇവിടെ പിടിച്ചു നിർത്തണോ, അലീനനെ പറഞ്ഞയച്ചൂടെ, ഒന്നും കൂടെ ആലോചിക്കുക അങ്ങളെ, സ്വന്തം ജീവിതം കളഞ്ഞു കഴിഞ്ഞിട്ട് അലീനനെ സംരക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ, അലീനനെ നമുക്ക് രഹസ്യമായി സംരക്ഷിച്ചൂടെ, അങ്കിളിലും എനിക്കും ഒക്കെ എവിടെയെങ്കിലും ഒരു ജോലി മേടിച്ചു കൊടുത്തോളം നല്ല സന്തോഷത്തോടെ കഴിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനു. പക്ഷേ ബാലചന്ദ്രൻ പറയും, നീ എന്താ വിചാരിച്ചത്, അലീന വെറും ഒരു ഹോം നേഴ്സാണെന്നാണോ നിൻ്റെ വിചാരം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ എന്ന് പറയും. അങ്ങനെയല്ല എന്ന് പറയും. അവളെ നിൻ്റെ ആൻറ്റി പഴിച്ച് പ്രസവിച്ചതണ്ട എന്ന് പറയും. അങ്ങനെ കേൾക്കും.
ബാലചന്ദ്രൻ അറിഞ്ഞതും അറിയാനിടയായ കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫോണിലെ റെക്കോർഡും മറ്റുള്ള കാര്യങ്ങളും രേവതിക്കുട്ടി പറഞ്ഞതും അലീന രേവതിക്കുട്ടിയോട് ഹോസ്പിറ്റലിൽ വെച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞതും നമ്മുടെ രോഹിത്തിനെയും മനുവിനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാതെ രക്ഷപ്പെടുത്തിയതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മനുവിനോട് ഇങ്ങനെ തുറന്നു പറയുന്നു. മനുവിനപ്പോൾ അത് കേട്ടപ്പോൾ ഒരുപാട് ഞെട്ടലും ആകെ ബാലചന്ദ്രൻ്റെ നെഞ്ചത്തേക്ക് ചാരി കിടന്ന് കരയുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. അതിനുശേഷം അലീനയുടെ അടുത്തേക്ക് ചെല്ലും. അലീനനോട് ചോദിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് എല്ലാം സഹിച്ചു കൊണ്ട് നിൽക്കുന്നത്, ഒരു നിമിഷം പൊട്ടിത്തെറിച്ചൂടെ, പറഞ്ഞൂടെ, ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സഹിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അലീന അതിനൊന്നും ഒരു മറുപടി കൊടുക്കില്ല. കാരണം അലീനയ്ക്ക് അറിയാം ബ്രിജിത്തമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, താൻ ഇവരെ കുടുംബം നശിപ്പിക്കാൻ വന്നതല്ല, ഇവരെ കാണാൻ വേണ്ടി വന്നതാണ്. അവരൊന്ന് സ്നേഹത്തോടൊന്നും അവരെ കൂടെ 2 ദിവസം താമസിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ സന്തോഷത്തോടെ ഓടി വന്നതാണ്. അമ്മയ്ക്ക് ഇത്രയധികം ശത്രുത വരുന്നുള്ള കാര്യം അലീനയ്ക്ക് അറിയില്ലായിരുന്നല്ലോ. അലീനയോട് എന്തുകൊണ്ടാണ് ഇത്രയും ശത്രുത എന്ന് പോലും അലീനയ്ക്ക് ഒട്ടും മനസ്സിലാവണമില്ല. എന്തായാലും മനുവിന് ഒരുപാട് സന്തോഷമായി. കാരണം ഇനിയിപ്പോൾ ധൈര്യപ്പെട്ട് അലീനനെ സ്നേഹിക്കുകയും കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യാം. വീട്ടുവേലക്കാരിയല്ലല്ലോ, ഹോം നേഴ്സും അല്ല, തൻ്റെ സ്വന്തം മുറപ്പെണ്ണാണ്. ഇന്നലെ നാളെ എല്ലാവരോടും സത്യം തുറന്നും പറയാമെന്ന് നമ്മുടെ മനു വിചാരിക്കുന്നു. ആദ്യം തന്നെ മുത്തശ്ശിയോട് പറയണം. മുത്തശ്ശിനെ സ്നേഹിച്ചതും മുത്തശ്ശിനെ സ്വന്തം പോലെ കൊണ്ടുവന്നതും സ്വന്തം പേരക്കിടാവ് തന്നെയാണെന്ന് എന്ത് തന്നെ ആയാലും പറയണം എന്നങ്ങനെ തീരുമാനിക്കുന്നു മനു. അപ്പോൾ വെറുതെ അല്ല, അങ്കിള് അതായത് നമ്മുടെ വെല്ലിച്ചൻ ഗംഗാധരൻ വെല്ലിച്ചൻ വന്നതും തിരിച്ചു പോയതും മറ്റുള്ള കാര്യങ്ങളൊക്കെ മനുവിന് മനസ്സിലാവുന്നു. സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ബാലചന്ദ്രൻ അങ്കിളുടെ മുന്നിൽ പോലും നിൽക്കാൻ യോഗ്യത ഇല്ലാണ്ട് അവരോടിയത്. തൻ്റെ അച്ഛനും തൻ്റെ ചെറിയച്ഛനും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. വെറുതെ ഇങ്ങനെ വിട്ടിത്തം വിളമ്പി വഴക്കുണ്ടാക്കി നടക്കണം. ബാലേന്ദ്രൻ അങ്കിളൊന്ന് പൊട്ടിത്തെറിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ, കൊല്ലപ്പള്ളിയിലെ ഉള്ള തറവാട്, അങ്ങനെ ആലോചിക്കുന്നു മനു. അതിനുശേഷം അലീനനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അലീനെതിരെയുള്ള കേസിന് അന്വേഷണത്തിന് വരുന്നുണ്ട് പോലീസ്. അപ്പോഴാണ് വൈജയന്തി ഇങ്ങനൊരു ചതി ചെയ്തിട്ടുള്ള കാര്യം ബാലചന്ദ്രനും അതുപോലെ തന്നെ കൃഷ്ണമോളും അറിയുന്നത്. കൃഷ്ണമോൾ നമ്മുടെ വൈജയന്തിനെ കുറേ ആട്ടുന്നൊക്കെ ഉണ്ട്. സത്യങ്ങളൊക്കെ അറിയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതും അലീനനെ പറഞ്ഞയക്കാൻ ഇനി വേറെ ഒരു മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് ചെയ്തതെന്ന് വൈജയന്തി. അങ്ങനെ ബാലചന്ദ്രൻ പറയും ഞാനാണ് അവളുടെ ഭർത്താവ്, ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്, ഇതെൻ്റെ പേരിലുള്ള വീടാണ്, ഇവിടെ ആര് താമസിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, പോലീസും നിയമമൊന്നുമല്ല, എനിക്ക് ഒരു മകളെ ദത്തെടുക്കാനുള്ള അധികാരവും അവകാശവും സ്വത്തും സമ്പത്തൊക്കെ ഇല്ലേന്ന് ചോദിക്കും. അങ്ങനെ പോലീസുകാർക്ക് മനസ്സിലാവും ഇതൊരു കുടുംബ വഴക്കെന്നുള്ള കാര്യം. അതുകൊണ്ട് അവർ വേഗം തലയൂരി പോകും. ബാലചന്ദ്രൻ പിടിച്ച് ആട്ടുന്നുണ്ട്. അതായത് ഇനി മേലിൽ അലീനയ്ക്കെതിരെ ഒരു ചെറുവിരൽ ഇണക്കിയിട്ടുണ്ടെങ്കിൽ നീ വീടിന് പടിക്ക് പുറത്തുനിന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇനി ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. കരണത്തേക്ക് നോക്കിയൊന്ന് കൊടുക്കാനും നോക്കണത്, പക്ഷേ കൃഷ്ണമോൾ തടയും, വേണ്ട അച്ഛാ എന്ന് പറയും. അങ്ങനെ ബാലചന്ദ്രനും വൈജയന്തിയും കൂടെ വീണ്ടും കൊടിയ ശത്രുക്കളാവുന്നു രണ്ടുപേരും കൂടെ. ഇനിയൊന്നും ഇവരെ പെട്ടെന്നൊന്നും അങ്ങനെ ഇവരെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനും പറ്റില്ല എന്നുള്ള കാര്യം കൃഷ്ണമോൾക്കും അലീനയ്ക്കും മനസ്സിലാവണം.